ഹലോ, ആരാ? പിന്നെ ഇല്ല അത് ഹംസ പറഞ്ഞിട്ടില്ല, ഒരു 5 ഏക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു കേട്ടോ. ആ 5 ഏക്കർ റബ്ബറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. അത് പിന്നെ 5 ഏക്കർ, മൊത്തം 5 ഏക്കർ ഉണ്ടല്ലേ? മൊത്തം 5 ഏക്കറാ. റബ്ബറല്ലേ മൊത്തം? ഈ റബ്ബറാണ് അത്. ഈ ചുറ്റും മുള്ളുവലിയൊക്കെ ഇട്ട് 5 ഏക്കർ റോഡ് സൈഡാ. ഈ മരം എത്ര വർഷം പഴക്കമുണ്ടെന്നറിയോ? മരം എത്ര വർഷം പഴക്കമുണ്ടെന്ന് വെച്ചാൽ 10-32 കൊല്ലത്തെ പഴക്കം കാണും. 32 കൊല്ലോ? ആ, അപ്പൊ ഈ വെട്ടിക്കൊണ്ടിരിക്കുവാന്നോ? വെട്ടിക്കൊണ്ടിരിക്കുവോ. അപ്പൊ ഇത് വെട്ടിക്കൊണ്ടിരിക്കുവോ? സോട്ടർ വെട്ടുവോ. ഫ്ലോട്ടർ കിട്ടുവോ? ആ ആ, ആ ശരി ശരി. അപ്പോഴേ ആ പിന്നെ ഇത് പിന്നെ മൊത്തം 5 ഏക്കറും കൊടുക്കാനില്ലയോ? 5 ഏക്കറും കൊടുക്കാൻ 5 ഏക്കർ 1750 മരമുണ്ട്. അത് ഏത് 105ന്റെ മരമാണോ? 1750, 105 മരം 5 ഏക്കറിൽ വരുന്നത്. ഇയാൾക്ക് എന്ത് ഇവിടെ 5 ഏക്കറിൽ കേട്ടാ 105 മരം വരുന്നത് 1750. അതല്ല ഞാൻ ചോദിച്ചത്, ഈ റബ്ബറിനകത്ത് ഈ 105, 414 അങ്ങനെ പല സൈസ് ഉണ്ട്. അതില് 105ന്റെ മരമാണോ 414ന്റെ പല മരമാണോ? സൈസ് എന്ന് പറയുന്നത് റബ്ബറല്ലേ, വണ്ണം കൂടിയതും വണ്ണം കുറഞ്ഞതും അങ്ങനെ പല സൈസ് ഉണ്ട്. അയ്യന്തോ പല സൈസ് മരങ്ങളാ. ഓ ശരി ശരി വണ്ണം ശരി ശരി. കൂടിയതും കുറഞ്ഞതും ചുറ്റുവണ്ണം ഉള്ളതൊക്കെ ഉണ്ട്. ആ ഓക്കെ. അപ്പൊ ഇത് 5 ഏക്കറും കൊടുക്കാനല്ലേ? എന്ത് വിലഭാഗമല്ലോ ആ, ഉണ്ടാവും? അത് ഒരു മരത്തിന് 2500 രൂപ കൊടുക്കണം. മരം അല്ലെന്ന്, വസ്തുവിന്റെ കാര്യം ചോദിക്കുന്നത്. വസ്തുവിനകത്തല്ലേ മരം നിൽക്കുന്നത്. ആ അത് ശരി. പക്ഷെ നമുക്ക് ഈ 5 ഏക്കർ മൊത്തത്തിൽ മേടിക്കാൻ ഒരു പാർട്ടി 5 ഉണ്ടായിരുന്നു ഏക്കർ മൊത്തത്തിൽ ഒന്നിച്ച് അവർ കൊടുക്കത്തുള്ളൂ. ഈ 1750 മരം ഒന്നിച്ച് അവർ കൊടുക്കും. ഒന്നിച്ച് കൊടുക്കും. ചില്ലറ കൊടുക്കത്തില്ല. അതെ ചോദിച്ചു. അപ്പൊ ഒരു ഏക്കറിന് എന്തോ വരും? ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി മരം എണ്ണിത്തിരിക്കണം. 5 ഏക്കർ മൊത്തം 1700 മരം ആകുമ്പോൾ ഒരു ഏക്കറിൽ എത്ര മരം ഉണ്ടെന്ന് നമ്മൾ എണ്ണിത്തിരിക്കണം. എന്നിട്ട് അതനുസരിച്ച് വില കൊടുക്കണം. മരത്തിന്റെ വില 2500 രൂപ മരത്തിന്റെ വില കൊടുക്കണം. അല്ല മാഷെ, ഞാൻ അതല്ല ചോദിക്കുന്നത്. നമ്മൾ ഈ എനിക്ക് ആ റബ്ബർ മൊത്തത്തിൽ വസ്തു ഉൾപ്പെടെ മേടിക്കാനാ. വസ്തു ഉൾപ്പെടെ ഈ വസ്തുവിനകത്തല്ലേ റബ്ബർ നയിക്കുന്നത്. അതെ ചോദിച്ച ഒരു ഏക്കറിന്റെ വില എങ്ങനെയാണ്? ഒരു ഏക്കർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുന്ന മനസ്സിലാവുന്നില്ല. ശരി, 5 ഏക്കറിനുണ്ടെന്ന് പറയുന്നത്. 5 ഏക്കറിന്റെ വില എന്ന് പറഞ്ഞാൽ ഒരു മരത്തിന് 2500 രൂപ കൊടുക്കണമെന്ന്. അതിപ്പോ ഒരു മരത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവണം. ഞാൻ ചോദിക്കുന്നത് ഈ 5 ഏക്കറിന് കൂടെ എത്ര കൊടുക്കണം? ഒരു മരത്തിന് 1750 മരം, ഒരു മരത്തിന് 2500 നിങ്ങൾ പിന്നെ കൂട്ടിയോ കുളിച്ചോ നോക്കാന്ന് പറഞ്ഞു. അല്ലാതെ വസ്തു ആർക്കാ നിങ്ങൾക്കാണോ? നമുക്ക് നമ്മുടെ ഒരു കക്ഷിക്ക് നമ്മളെ ചേട്ടനാ. പിന്നെ ഈ വസ്തു അപ്പൊ നമ്മുടെ പേര് എഴുതി തരുന്നില്ലേ? വസ്തു അങ്ങനെ തരുന്ന മരത്തിന്റെ ആരും ഇല്ലയോ പറയുന്നത്? എന്റെ പൊന്നു, നിങ്ങൾ എന്ത് പറയുന്നേ? ഞാൻ ഒരു കാര്യം ചോട്ടെ. നിങ്ങൾക്ക് 5 ഏക്കർ നിങ്ങൾക്ക് എഴുതി തരും. നിങ്ങൾ മരം മുറിച്ചോണം പൊക്കോണം. വസ്തു അയാൾ ഉടയന്റെ. മരം മാത്രം എന്താ വെച്ചാൽ നിങ്ങളത് മരം മാത്രമേ കൊടുക്കത്തുള്ളൂ. നിങ്ങൾ മുറിക്കുന്നവരെ വസ്തു നിങ്ങൾക്ക് എഴുതി തരത്തില്ലയോ? നിങ്ങൾ ഈ 5 ഏക്കർ വസ്തു കൊടുക്കാനിട്ടേക്കോന്നു? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? ആണേ. അതിനകത്ത് നിങ്ങൾ ഈ പറഞ്ഞ കണക്ക് 1750 മരം നിൽപ്പുണ്ട്. ഉണ്ട്. അപ്പൊ ഈ 5 ഏക്കർ വസ്തുവിന്റെ പ്രമാണം ഉണ്ടല്ലോ. പ്രമാണമില്ല പിന്നെ വസ്തു എവിടെ ഉള്ള? ശരി. അപ്പൊ ഈ 5 ഏക്കറിന്റെ പൈസ തന്ന് ഞാൻ അങ്ങോട്ട് പൈസ വരുമ്പോ നിങ്ങൾ ഈ 5 ഏക്കർ എനിക്ക് എഴുതി തരണ്ടേ വസ്തു? 5 ഏക്കർ നിങ്ങൾ എഴുതി തരും മരം മുറിച്ച് കഴിയുന്നവരെ. മരം മുറിച്ച് കഴിയുമ്പോ വസ്തു ഉടയന്റെ. ഇയാളിത് എവിടുത്തുകാരനാണ്? ഇയാൾ എന്തുകൊണ്ടാണ് ഇയാൾ പറയുന്നത് മനസ്സിലാവുന്നില്ല. ഈ 5 ഏക്കർ വസ്തു ഇയാൾ കൊടുക്കാട്ടേക്കോ? 5 ഏക്കർ വസ്തു കൊടുക്കാട്ടേക്കോ? അപ്പൊ 5 ഏക്കറിന്റെ പൈസ കൊണ്ടുവന്ന് എനിക്ക് 5 ഏക്കർ നിങ്ങൾ എഴുതി തരണ്ടേ? 5 ഏക്കർ എഴുതി തരും. മരം മുറിക്കുമ്പോ നിങ്ങൾ അഗ്രിമെന്റ് തീരും. പിന്നെ ഉടയന്റെ. ഇയാൾ എന്തോ നീ പറയുന്നത്? നീ എവിടുത്തുകാരനാടേ? അത് ശരി. ഇയാള് നേരിട്ട് വന്ന് സംസാരിക്കും. എന്താ പറയാനെന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ മാഷെ, ഈ 5 ഏക്കർ വസ്തു